നമസ്കാരം. ട്രംപിനെ കടലിൽ മുക്കിക്കൊല്ലാൻ ഇറാൻ, ഇറാനെ കടലിൽ തളയ്ക്കാൻ പെന്റഗൺ, ഹോർമൂസ് ഉപരോധിക്കുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് പിന്നാലെ ഇറാന്റെ പരിഹാസം. ഹോർമൂസ് ഉപരോധിക്കുവാൻ അമേരിക്കയ്ക്ക് ശേഷിയില്ല എന്നും ഉണ്ടെങ്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഭയന്ന് പിന്മാറില്ലായിരുന്നുവെന്നുമാണ് ഇറാൻ പരിഹസിക്കുന്നത്. അതേസമയം ഹോർമൂസ് വെച്ച് വിലപേശരുത് എന്ന് ഇറാനോട് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. പ്രശ്നങ്ങളൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ഖത്തർ നിർദ്ദേശിക്കുന്നു. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ഖത്തറിന്റെ പ്രധാനമന്ത്രി നടത്തിയ ചർച്ചകളിലാണ് ഇത്തരത്തിലൊരു നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധമുഖം പുതിയൊരു സാമ്പത്തിക പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയും വ്യാപാരവും പൂർണ്ണമായിട്ടും തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുള്ള ഒരു ചൂതാട്ടമാണ്. ഹോർമൂസ് കടലിടുക്കിന് കാവൽ നിൽക്കുന്ന ഇറാനെ കടലിൽ തന്നെ തളയ്ക്കുവാനുള്ള പെന്റഗണിന്റെ നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ശക്തവുമാണ്. അപ്പോൾ ഈ ഉപരോധത്തിന് പിന്നിലെ സാമ്പത്തിക യുക്തി വളരെ ലളിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം തുടങ്ങിയത് മുതൽ സ്വന്തം പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ഇറാൻ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതി തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഈ വരുമാന സ്രോതസ് അടച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും യുദ്ധം തുടരുവാനുള്ള ശേഷി ഇല്ലാതാകുമെന്നുമാണ് വാഷിംഗ്ടൺ കണക്കാക്കുന്നത്. ഗൾഫ് മേഖലയിലേക്കും പുറത്തേക്കുമുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണിത് എന്ന ചോദ്യത്തിനാണ് പ്രസക്തി എന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നതും ചോദിക്കുന്നതും. ഹോർമൂസ് കടലിടുക്കിനുള്ളിൽ കയറി ഇറാനുമായോ അവരുടെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളുമായോ നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് സുരക്ഷിതം ഒമാൻ കടലിൽ നിലയുറപ്പിച്ച് ഉപരോധം നടപ്പാക്കുന്നതാണ് എന്ന സൈനിക വിലയിരുത്തലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ ഇടുങ്ങിയ പ്രതലത്തിൽ ഇറാന്റെ അതിവേഗ ബോട്ടുകളെയും മൈനുകളെയും നേരിടുന്നത് അമേരിക്കയ്ക്ക് വലിയ ആൾനാശമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ കപ്പലുകൾ കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് പകരം തുറന്ന കടലിൽ വെച്ച് ഇറാന്റെ കപ്പലുകളെ പിടികൂടുന്നത് അപകട സാധ്യത കുറയ്ക്കുമെന്ന് വിദഗ്ധരുടെ നിരീക്ഷണവുമുണ്ട്. സൈനികമായിട്ട് നോക്കിയാൽ അമേരിക്കയ്ക്ക് ഇത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ തീരങ്ങളിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ പരിശോധിക്കപ്പെടണം. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകളെ തടയില്ല. മാനുഷിക പരിഗണനയോടെയുള്ള സഹായങ്ങളുമായി എത്തുന്ന കപ്പലുകളെ കടത്തിവിടുമെന്ന് പറയുന്നുണ്ട് എങ്കിലും അവയും കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇത് ഇറാനിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ ഒഴുക്ക് പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. പക്ഷേ ഈ കണക്കുകൂട്ടലുകൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംശയമാണ്. ഒരു മാസത്തിലേറെയായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ നേരിടാൻ, അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെ ശക്തമായിട്ട് നേരിടുന്ന ഇറാൻ വലിയ പ്രതിരോധ ശേഷിയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ലോകത്തിന് പോലും തർക്കമില്ല. പുതിയ ഉപരോധത്തെയും അതിജീവിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഇറാന്റെയും മുൻ നയതന്ത്രജ്ഞരുടെയും ഒക്കെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടമെന്ന് വിദേശകാര്യ വിദഗ്ധരടക്കം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ എതിരാളികളെക്കാൾ കൂടുതൽ കാലം കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എണ്ണവില വർദ്ധിക്കുമ്പോൾ അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഉപരോധം പിൻവലിക്കുവാൻ ട്രംപിനെ നിർബന്ധിതനാക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത്. ഷിപ്പിംഗ് മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ തന്നെ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കൻ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കപ്പലുകളും കടലിൽ വെച്ച് തന്നെ ദിശ മാറ്റുന്ന കാഴ്ച കാണുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പതിവിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. പിടിക്കപ്പെടാതിരിക്കുവാൻ പല കപ്പലുകളും എത്രയും വേഗം മേഖല വിടാൻ ശ്രമിച്ചതിന്റെ സൂചനകളായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും ഇറാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ട്രംപിനോ ട്രംപിന്റെ പടയ്ക്കോ കഴിയാതായി പോകുന്നു. ട്രംപിനെ കടലിൽ തന്നെ മുക്കിക്കൊല്ലുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തപ്പെടുന്നത് അവിടെയാണ്.
ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അമേരിക്കയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകാൻ പോകുന്നു. ട്രംപിനെ അടക്കം തടവിലാക്കുകയോ കടലിൽ തന്നെ മുക്കിക്കൊല്ലുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തപ്പെടും. അതേസമയം ഇറാനെ കപ്പൽ യുദ്ധത്തിലൂടെ കടലിൽ തന്നെ തളയ്ക്കുവാനാണ് വാഷിംഗ്ടന്റെയും പെന്റഗന്റെയും തീരുമാനം. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മണിക്കൂറുകൾക്കകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും.